ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ ഇന്ന് പുതിയൊരു കഥയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ എന്താണെന്നറിയോ? ഉണ്ണിയപ്പത്തിൻ്റെ കഥയാണ്. ഒരു സ്ഥലത്തെ ഒരു ഉണ്ണി ഉണ്ടായിരുന്നു. ആ ഉണ്ണിക്ക് ഉണ്ണിയപ്പം തിന്നാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഒരു ദിവസം ഉണ്ണിയുടെ അമ്മ കുറേ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കും ഉണ്ണിക്ക്. അപ്പോൾ ഉണ്ണിക്ക് തോന്നി, ഇതിൽ ഒരെണ്ണ എടുത്ത് കുഴിച്ചിട്ടാൽ അതിൽ നിറയെ ഉണ്ണിയപ്പം ഉണ്ടായാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തിന്നാലോ എന്ന് വിചാരിച്ച് ഉണ്ണി എന്ത് ചെയ്യറിയോ? ഒരു ഉണ്ണിയപ്പം എടുത്ത് മാറ്റി വയ്ക്കും. ബാക്കിയുള്ളതെല്ലാം ഇരുന്ന് കഴിക്കും. നല്ല സ്വാദുള്ള ഉണ്ണിയപ്പാണ് കേട്ടോ. ഉണ്ണിയുടെ അമ്മ നല്ല അപ്പാണ് ഉണ്ടാക്കി കൊടുക്കുക. ഉണ്ണി ആ ഒരപ്പം എടുത്ത് തൊടിയിൽ കൊണ്ടുപോയി മണ്ണ് മാന്തി കൈക്കോട്ട കൊണ്ട് കുഴിയൊക്കെ ഉണ്ടാക്കി അതിൽ കുഴിച്ച് മണ്ണൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പറയും, അപ്പം നാളേക്ക് നീ മുളച്ച് വന്നില്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കൊങ്ങണങ്കത്തി കൊണ്ടൊന്ന് രണ്ട് എന്ന് പറയും. പേടിപ്പിക്കും ഉണ്ണി അപ്പത്തിനെ. പാവ അപ്പത്തിന് പേടിയായിട്ടോ. ഉണ്ണി വേഗം പോയി കടന്നുറങ്ങും. പിറ്റേ ദിവസം രാവിലെ കണ്ണ് മിഴിച്ച് ഉണ്ണി ഓടി വരും തൊടിയിലേക്ക്. എന്തിനാ? അപ്പം മുളച്ചോ നോക്കാൻ. നോക്കിയപ്പോഴോ അപ്പണ്ട് മുളച്ചു നിൽക്കണു, കുഞ്ഞ ചെടിയായിട്ട്. ഉണ്ണിക്ക് അങ്ങോട്ട് സന്തോഷായില്ലേ. ഉണ്ണി എന്ത് ചെയ്യും? കുറച്ചും കൂടി കൈക്കോട്ടെടുത്ത് മണ്ണൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പറയും, അപ്പച്ചെടി നാളേക്ക് നീ വലിയ മരമായില്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കൊങ്ങണങ്കത്തി കൊണ്ടൊന്ന് രണ്ട് എന്ന് പറയും. പാവ അപ്പച്ചെടിക്ക് പേടിയായി. ഉണ്ണി ഒരു പോക്കാ പോയി വീട്ടിലേക്ക്. പോയി പിറ്റേ ദിവസം രാവിലെ നീട്ട് കണ്ണ് മിഴിച്ചോടി വരും. ഓടി വന്ന് നോക്കുമ്പോൾ എന്താ, അപ്പച്ചെടിക്ക് പേടിയായിട്ട് വലിയ മരമായിട്ട് നിൽക്കണു. നല്ല വലിയ മരം. എനിക്ക് ഭയങ്കര സന്തോഷമായി. തുള്ളിച്ചാടി വേഗം കുറച്ച് മണ്ണൊക്കെ വാന്തി അതിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് മണ്ണ് വീണ്ടും മൂടി കുറേ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പറയും, നാളേക്ക് നീ നിറയതിൽ അപ്പം ഉണ്ടായില്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കൊങ്ങണങ്കത്തി കൊണ്ടൊന്ന് രണ്ട് എന്ന് പറയും. ഉണ്ണി പോയില്ലേ. അപ്പച്ചെടിക്ക് അങ്ങോട്ട് പേടിയാവും. പിറ്റേ ദിവസം രാവിലെ ഉണ്ണി എണീറ്റ വഴിക്ക് ഓടി വരും അപ്പമരത്തുമ്പിലേക്ക്. നോക്കുമ്പോൾ ഇങ്ങനെ നിറയെ കൊലയായിട്ട് അപ്പം. അതിലോ മൊട്ട് പൂവ് അപ്പം ഇങ്ങനെ നിറയെ നിൽക്കുക. ഉണ്ണിക്ക് അങ്ങോട്ട് സന്തോഷം കൊണ്ട് ഇരിക്കാനും നിൽക്കാനും വയ്യോടി അങ്ങോട്ട് കയറും അപ്പമരത്തിലേക്ക്. എന്നിട്ട് അപ്പം ഇങ്ങനെ പൊട്ടിച്ച് തിന്നും. കുറേ തിന്നും, കുമ്പങ്ങനെ വീർക്കും. എന്നാലും മതിയാവില്ല. കൊതിയോണ്ടേ കുറേ മുണ്ടിൻ്റെ കുത്തിലിടും, കുറേ പോക്കറ്റിൽ നിറയ്ക്കും. ഈ സമയത്തൊരു രാക്ഷസി അത് കൂടെ വരേ. രാക്ഷസി ഉണ്ണീനെ ദൂരത്തുനിന്നേ കാണും. അപ്പം രാക്ഷസിക്ക് ഉണ്ണീനെ തിന്നാൻ തോന്നും. അപ്പം രാക്ഷസി എന്ത് ചെയ്യും? ഒരു സൂത്രം ചോദിക്കും. ഉണ്ണിയുടെ അടുത്ത് വന്നിട്ട് പറയും, ഉണ്ണിക്ക് ഒരപ്പം തരും ഉണ്ണിയെ പ്ലീസ്. അപ്പോൾ ഉണ്ണി എന്ത് ചെയ്യും? വേഗം കുറച്ച് അപ്പം എടുത്ത് പൊട്ടിച്ചിട്ട് രാക്ഷസിക്ക് ഇട്ട് കൊടുക്കും. അയ്യേ, അത് ചെളിക്കുണ്ടിൽ വീണു ഉണ്ണിയെ, പ്ലീസ് ഒരപ്പം കൂടി തരുമോ? ഉണ്ണി വേഗം പിന്നെയും പൊട്ടിച്ച് പിന്നെ ഇട്ട് കൊടുക്കും. അയ്യേ, അത് ചാണകക്കുണ്ടിലാണ് വീണ്. ഉണ്ണി പൊട്ടിച്ച് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരൂ ഉണ്ണി. ശരി എന്നും പറഞ്ഞ് ഉണ്ണി വേഗം അപ്പൊക്കെ പൊട്ടിച്ച് ട്രൗസറിലും മുണ്ടിലും ഒക്കെ നിറച്ച് താഴത്തേക്ക് ഇറങ്ങി രാക്ഷസിക്ക് അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ രാക്ഷസി എന്ത് ചെയ്യറിയോ? രാക്ഷസിയുടെ കയ്യിലൊരു ചാക്കുണ്ടായിരുന്നു. ആ ചാക്കിലേക്ക് ഉണ്ണി അങ്ങോട്ട് ഇട്ടിട്ട് കെട്ടി അങ്ങോട്ട് പൂട്ടും. എന്നിട്ട് തലയിൽ വെച്ച് കുളത്തിലേക്ക് പോവുമായിരുന്നു കുളിക്കാൻ. ആ കുളക്കടവിൽ ഉണ്ണിയെ വെച്ച് രാക്ഷസി കുളിക്കാൻ ഇറങ്ങി. കുറേ തുണിയും തിരുമ്പാണ്ടായിരുന്നു. പാവ ഉണ്ണി. പക്ഷെ ഉണ്ണിയുടെ കയ്യിലൊരു സാധനം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? അച്ഛൻ്റെ കൊങ്ങണം കത്തി ഉണ്ണിയുടെ അരയിലുണ്ടായിരുന്നു. ഉണ്ണി പതുക്കെ കത്തി എടുത്തിട്ട് ചാക്ക് പതുക്കെ കീറും. എന്നിട്ടോ നോക്കിയപ്പോൾ രാക്ഷസി തിരുമ്പുക തുണിയൊക്കെ. അപ്പം അവിടുന്ന് പതുക്കെ പുറത്തേക്ക് കടന്ന് കുറച്ച് ചേറും ചളിയൊക്കെ ചാക്കിൽ അങ്ങോട്ട് നിറച്ച് അത് കണ്ടെടുത്ത് കെട്ടി ഉണ്ണി ഓട്ടോടും അപ്പമരത്തുമ്പിലേക്ക്. ഈ നേരം രാക്ഷസി ഉണ്ടോ വല്ലതും അറിയണു. രാക്ഷസി തിരുമ്പലൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ തോളിലിട്ട് ഈ ചാക്ക് എടുത്ത് തലയിൽ വെച്ച് ഇങ്ങനെ പോവുക. അപ്പണ്ട് മേലിക്കൂടെയൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നേ, ചേറും ചളിയാണ് നിറച്ച് വെച്ചിരിക്കണതേ.
രാക്ഷസി വല്ലത് അറിഞ്ഞിട്ടുണ്ടോ? ഒന്നും അറിഞ്ഞിട്ടില്ല. രാക്ഷസി നടക്കുമ്പോൾ പറയണേ, ഉണ്ണിയേ നീ വെറുതെ മൂത്രമൊഴിക്കാൻ നിൽക്കണ്ട, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, പോയിട്ട് മര്യാദയ്ക്ക് ഒതുങ്ങിയിരുന്നോ എന്ന് പറയുന്നത് ഉണ്ണിയാന്നല്ലേ രാക്ഷസിയുടെ വിചാരം. രാക്ഷസി ഉണ്ണിയെ വീട്ടിൽ കൊണ്ടുപോയിട്ട് മകളെ വിളിക്കും. അതേ, ഇതിലാ ആ ഇല്ലത്തെ ഉണ്ണി ഉണ്ടല്ലോ, ആ ഉണ്ണി ഉണ്ട് ഈ ചാക്കിൽ, ഞാൻ പോയിട്ട് ഒന്നും കൂടി കുളിക്കട്ടെ, അത് മൂത്രം ഒഴിച്ച് എന്നെ ആകതാക്കി അശുദ്ധാക്കി, അതുകൊണ്ടേ ഞാൻ വരുമ്പോഴേക്കും ഒരു കിണ്ടി ചോര ഇവിടെ കുടിക്കാൻ വെക്കുക, ഒരു കിണ്ടി ചോര അവിടെ കാലും മുഖം കഴുകാനും വെക്കുക, ബാക്കിയുള്ളതുകൊണ്ട് നീ ഒരു കറിയാട് ഉണ്ടാക്കിക്കോ, ഞാൻ പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ചാക്ക് മകളെ ഏൽപ്പിച്ച് രാക്ഷസി വീണ്ടും പോയി കുളിക്കാൻ. മകള് വേഗം അടുക്കളയിൽ പോയിട്ട് ചാക്ക അങ്ങോട്ട് തുറന്നതും പ്ലിക്കെന്നും പറഞ്ഞ ആ ചളി മുഴുവനെ രാക്ഷസിയുടെ മകളുടെ മേലിക്കും. അയ്യേ, അമ്മ എന്ത് പണിയാ കാട്ടിയേ, ഉണ്ണിയാന്നും പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് എന്ത് കണ്ടില്ലേ, ചളിയും ചേറും. നീ ഞാൻ എന്ത് ചെയ്യും അമ്മ വരുമ്പോൾ എന്ന് വിചാരിച്ച് ആകെ വിഷമായിട്ടിരിക്കുക. രാക്ഷസി കൂളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എന്താ ഉമ്മർത്ത് ചോരയില്ല, യാതൊന്നുമില്ല. മകളെ വിളിക്കും, എവിടെ ഞാൻ പറഞ്ഞതൊക്കെ ചോദിക്കും. അപ്പം പറയും, അമ്മ കൊണ്ടാന്നത് കണ്ടോ, ഉണ്ണിയാന്നും പറഞ്ഞ് കൊണ്ടാന്നതാണ് ഈ കാണുന്നത്, നിറയെ ചേറും ചളിയ, ഉണ്ണിയൊന്നും ഇല്ല അതിൽ. അത് ശരി, അപ്പം അവനെന്നെ പറ്റിച്ചൂലേ, ഞാൻ ഇപ്പം വരാം എന്ന് പറഞ്ഞ ഒരൊറ്റ ഓട്ടം അങ്ങോട്ട് ഓടുമ്പോൾ അപ്പം മരത്തിലേക്ക് ഉണ്ണീനെ കയ്യോടെ അങ്ങോട്ട് പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് മകളെ അങ്ങോട്ട് ഏൽപ്പിക്കും. ഇതാ ഉണ്ണി, ഇനി ഞാൻ പറഞ്ഞ പോലെ ഒരു കിണ്ടി ചോര അവിടെ ഉമ്മർത്ത് വെക്കുക കാലും മുഖം കഴുകാൻ, മറ്റേത് ഒരു കിണ്ടി ചോര കുടിക്കാനും വെക്കുക, ഞാൻ പോയിട്ട് എൻ്റെ നാമജപവും എല്ലാം കഴിച്ചിട്ട് ഇങ്ങോട്ട് വരാം എന്നും പറഞ്ഞ രാക്ഷസി വീണ്ടും പൂജാമുറിയിലേക്ക് അങ്ങോട്ട് കയറി. ഈ നേരം മകളെ എന്ത് ചെയ്തു, ഈ ഉണ്ണീനെ കൊല്ലാൻ നോക്കിയപ്പോൾ ഉണ്ണിയുടെ കയ്യിൽ വലിയൊരു വറവും കൊള്ളിയാണ് കിട്ടും. ഉണ്ണി അതുകൊണ്ട് രാക്ഷസിയുടെ മകളെ അങ്ങോട്ട് തലയ്ക്ക് അങ്ങോട്ട് അടിച്ചങ്ങോട്ട് കൊല്ലും. രാക്ഷസിയുടെ മകള് വേജാവില്ലേ, ഉണ്ണി എന്ത് ചെയ്യും, അതിന്ന് ചോര എടുത്തിട്ട് ഒരു കിണ്ടി ചോര ഉമ്മർത്താ കൊണ്ടയ്ക്കും, ഒരു കിണ്ടി ചോര മേശപ്പുറത്ത് കുടിക്കാനും വെക്കും, ബാക്കിയുള്ളതൊക്കെ വെട്ടി നുറുക്കി ആ വലിയ പാത്രത്തിലേക്ക് അങ്ങോട്ട് തട്ടും. കുറേ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും എന്തൊക്കെ കിട്ടിയ പൊടികളൊക്കെ അതിൽ അങ്ങോട്ട് ഇടും. എന്നിട്ടോ അട്ടത്ത് അങ്ങോട്ട് കയറിയിരിക്കും കറി ഉണ്ടാക്കിയിട്ടേ. കറി നല്ല മണമൊക്കെ ആയിരുന്നു കേട്ടോ. മേശപ്പുറത്ത് കറിയൊക്കെ വെച്ചാൽ അട്ടത്താണെന്ന് വെച്ചാൽ നിറയെ മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇരിക്കുക, മുകളിലാട് കയറിയിരിക്കും. ഈ നേരം രാക്ഷസിയുടെ നാമജപമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഹായ് ചോര, ഹൈ അടിപൊളിയായി എന്നും പറഞ്ഞ് ചോര എടുത്ത് കാലും മുഖമൊക്കെ കഴുകും. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ മേശപ്പുറത്ത് ചോര, ആയി കുടിക്കാം എന്നും പറഞ്ഞിരുന്നു. ഭക്ഷണം കഴിക്കാൻ അങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ട് ഒരു ശബ്ദം. എന്താ അത്, തൻ്റെ മകളെ താനേ തീനി തണ്ടുണ്ടും. എന്താ ഒരു ശബ്ദം, 4 പേർ നോക്കും, ഒന്നും കാണില്ല. പിന്നെ എടുക്കും ആ മാംസം കഴിക്കുക, വീണ്ടും ശബ്ദം, തൻ്റെ മകളെ താനേ തീനി തണ്ടുണ്ടും. എവിടുന്നായി ശബ്ദം? രാക്ഷസി പിന്നെ 4 പേർ നോക്കും, കാണില്ല. പതുക്കെ മുകളിൽ നിന്നാണോ ശബ്ദം വെച്ചിട്ട് മുകളിലേക്ക് ഇങ്ങോട്ട് നോക്കിയത് ഉണ്ണി എന്ത് ചെയ്യും, മുളക് പൊടി എടുത്ത് രാക്ഷസിയുടെ മുഖത്തേക്ക് അങ്ങോട്ട് ഇടും. അയ്യോ എൻ്റെ കണ്ണ എൻ്റെ കണ്ണ എന്നും പറഞ്ഞ് രാക്ഷസി അങ്ങോട്ട് കരച്ചിലും ബഹളും തുള്ളി അങ്ങോട്ട് ചാടും അവിടുന്ന്. ഉണ്ണി എന്ത് ചെയ്യും, അട്ടത്ത് വലിയ ഉറവും കൊള്ളി ആയിരിക്കണ്ടായിരുന്നു, അതങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്നിട്ട് രാക്ഷസിയുടെ തലമണ്ട നോക്കിയിട്ട് അടിക്കും. അടിച്ച് രാക്ഷസി അങ്ങോട്ട് വീണോട് കൂടിയിട്ട് വീണ്ടും അടിക്കും. രാക്ഷസി ബേജാവും. എന്നിട്ടോ ഉണ്ണി എന്ത് ചെയ്യും, ഓടും എവിടേക്ക്, അപ്പമരത്തിലേക്കേ. ഉണ്ണി ഓടിപ്പോയി അപ്പമരത്തിലേക്ക് കയറി പിന്നെയും തുടങ്ങി അപ്പം തിന്നാൻ. അങ്ങനെ ഉണ്ണിക്ക് ദാരിദ്ര്യം തീർന്ന് നിറയെ അപ്പം തിന്നാറായി, സുഖമായിട്ട് അങ്ങോട്ട് ജീവിക്കും. അങ്ങനെ ഉണ്ണിയപ്പത്തിൻ്റെ കഥ കഴിയും. ഇനി ഞാൻ വേറൊരു കഥയുമായിട്ട് വീണ്ടും വരാം. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കേ, ടാറ്റാ, ബൈ ബൈ.